Watch full episodes on Jio Hotstar. വെക്കേഷൻ സമയം ഓർത്ത് വളരെ എക്സൈറ്റ്മെന്റ് ആണ്. വെക്കേഷൻ ഡേയ്സ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കൂ കുട്ടികളെ. ബൈ ബൈ, ടേക്ക് കെയർ. മിസ് സെക്യൂരിറ്റി, ഞാനിപ്പോ വന്നേക്കാം. മിസ്റ്റർ അലാസ, നിങ്ങളുടെ ഈ ക്ലൗഡ് ലൈബ്രറിയുടെ ഐഡിയ ഉണ്ടല്ലോ, ശരിക്കും അടിപൊളിയാ കേട്ടോ. കുറഞ്ഞ പക്ഷം ഈ അവധിക്കാലത്ത് ഏതൊക്കെ കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു പോകാത്തവരുണ്ടെങ്കിൽ ഇത് സഹായകരമായിരിക്കും. ഒരുപാട് ദിവസത്തേക്ക് ശേഷം ഞാനും വീട്ടിലേക്ക് തിരിച്ചു പോവാ. നിങ്ങളോട് നന്ദി പറയാൻ വന്നതാ. യു ആർ ഓൾവേസ് വെൽക്കം. ഈ കുട്ടികളാരും വീട്ടിലേക്ക് പോകുന്നില്ല. അവരെല്ലാവരും ഇവിടെ വെറുതെ ഇരുന്നാൽ വല്ലാതെ ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറെ നല്ല ബുക്കുകളുമായി ഇങ്ങോട്ടേക്ക് വന്നത്. ശരി സാർ, എന്നാ ഞാൻ ഇറങ്ങാം. ഇത് ബേസിക് മാജിക്കിന്റെ ബുക്കാണ്. പിന്നെ ഇത് മിസ്റ്ററി വേൾഡിന്റെ ബുക്ക്. ഈ ബുക്കുകൾ എത്ര വായിച്ചാലും നിങ്ങൾക്ക് മതിയാകും. ഇതും കൂടി ഞാൻ ഒന്ന് എടുത്തു വെച്ചേക്കാം. ഇത് മൊത്തം വായിക്കണല്ലോ. അത് സൂര്യ മുകളിലാണല്ലോ, പിന്നെ പുറകോട്ട് എങ്ങനെയാ പ്രകാശം അടിക്കുന്നത്? ഇവിടെ ഒരു സ്പെഷ്യൽ ബുക്കുള്ള പോലെ തോന്നുന്നല്ലോ. മാജിക് ബുക്ക് ഓഫ് ഈജിപ്റ്റ്. വരുൺ, നീ ഇതെന്തായി ചെയ്യുന്നേ? ഇത് ഏതാണ്ട് ഒരു സ്പെഷ്യൽ ബുക്കാണ് തോന്നുന്നു. മാജിക് ബുക്ക് ഓഫ് ഈജിപ്റ്റ്. മൈറ, വരുൺ, പെട്ടെന്ന് വരൂ. എല്ലാരും പോയി കഴിഞ്ഞു. ഇനി നിങ്ങൾ രണ്ടുപേരെ ബാക്കിയുള്ളൂ. ഇതെന്താ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഈജിപ്ഷ്യ. വരൂ, വന്ന് ഇവിടെ ജീവിച്ചു നോക്കൂ. അപ്പോഴേ നിങ്ങൾക്ക് പവർ എന്താന്ന് മനസ്സിലാവുള്ളൂ. കം ടു ഈജിപ്തിന്റെ വാതില് നീ വേഗം തുറക്കൂ. അല്ല, ഇതെന്താ? വരുൺ എങ്ങനെ ആ ബുക്ക് കിട്ടി? അവനെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തിയാൽ മതിയാവും. വരുൺ, അവിടെ നിൽക്ക്. അയ്യോ കുട്ടികളെ, ആ പുസ്തകം നിങ്ങൾ കൈകൊണ്ട് തുടരുത്. ഇതെന്താ? എന്താ ഇത്? മൈറ, വരുൺ, നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഇതെന്താ സാധനം? രുദ്ര, അലാസാർ സർ, എന്തു പറ്റി?
രുദ്ര, വേഗം ചെന്ന് അവരെ രക്ഷിക്കേ. മയറേയും വരുണിനെ രക്ഷിക്കേ. അവർ ടിസ്റ്ററിൽ പെട്ടുപോയി. മൈറ, വരുൺ. റംഗീല, എന്നെ വലിച്ചു പിടിക്ക്. അല്ല, ഇതെന്താ? ഞാൻ ഇനി എങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരും? രുദ്ര, രക്ഷിക്കേ. ഞാൻ താഴെ വീണ് പോകുന്നു തോന്നുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്യാം. രക്ഷപ്പെട്ടു. അല്ല, ഇതെന്താ? മതി, നിർത്ത്. മൈറ, വരുൺ, നമ്മളിപ്പോ എങ്ങോട്ടാ വന്നിരിക്കുന്നേ? രുദ്ര, വരുൺ വായിച്ച മന്ത്രം കാരണം നമ്മൾ ഉടൻ തന്നെ ഈജിപ്തിലെത്തി. ഈജിപ്റ്റോ? എന്നാ ശരി, ഞാൻ മുകളിൽ ചെന്ന് നോക്കട്ടെ. രക്ഷിക്കേ. എങ്ങനെയെങ്കിലും ഈ പുസ്തകത്തെ രക്ഷിക്കേ. അവരൊക്കെ ആരാ? അതവനാ. അതെന്താ അവിടെ തന്നെ പതുങ്ങി നിൽക്കുന്നേ? എന്നാ പിടിച്ചോ. ആക്രമിക്കൂ. ചേട്ടാ, ഇത് ആകെ ഗുലുമാലായി തീർന്നല്ലോ. ഇതിനാ പറയുന്നത് എടുത്തിച്ചാട്ടം എല്ലാത്തിനും പ്രശ്നമാകുമെന്ന്. അയ്യോ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. ഇനി നീ എന്താ ചെയ്യാൻ പോണടാ ചക്ക? Ibaiska protection wall creato. ഓ, മാജിക്കോ? മാജിക്, നീ ആള് കൊള്ളാലോ. നീ മാജിക് വെച്ച് കളിക്കല്ലേ? ഇനി നമുക്ക് രണ്ടിലൊന്ന് നോക്കാം. അല്ല, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുക. ഏതോ ഒരു മാന്ത്രിക ബുക്ക് കാരണം അറിയാതെ വഴിതെട്ടിയും കൊണ്ട് വന്നതാ. എനിക്ക് മാജിക് ചെയ്യുന്നവരോട് ഒരിക്കലും ഏറ്റുമുട്ടാൻ പറ്റില്ല. അതിന് വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ നിനക്ക് അവരോടൊപ്പം ഏറ്റുമുട്ടാനൊന്നും പറ്റില്ല. നിനക്ക് ഒരവസരം കൂടി തരാം. ആ ബുക്ക് എന്നെ ഏൽപ്പിക്ക്. അല്ലെങ്കിൽ രുദ്രയുടെ പ്രായത്തിനെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. വളരെ ശക്തിമാനാണ്. തിരിച്ചു നോക്കാതെ വേഗം ഓടിക്കോ, 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 ഓടിക്കോ. വളരെ നന്ദി. എന്നെ രക്ഷിച്ചതിന് വളരെ നന്ദി.
പുസ്തകത്തെ എങ്ങനെയെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ ഈ ലോകം തന്നെ നശിച്ചു പോകും. എന്റെ തല മാത്രമല്ല നരീനെ പോലെ ഇരിക്കുന്നത്, അതിന്റെ അകത്തുള്ള ബുദ്ധിയും നരീനെ പോലെ തന്നെയാണ്. അവരെല്ലാരും നമ്മുടെ നേർക്കാണ് ഓടി വരുന്നത്. നീ ഇത് കണ്ടോ? അയ്യോ, ആ മാജിക് ബുക്ക് തട്ടിപ്പറിച്ചിട്ട് പോയി. എന്റെ ആ പുസ്തകം പോയി. ഒരുപക്ഷെ ഹെറോഷിസിന്റെ കയ്യിൽ ആ പുസ്തകം കിട്ടിയാൽ അവൻ ഈ ലോകം മുഴുവൻ നശിപ്പിച്ചു കളയും. ആ പുസ്തകം സ്വന്തമാക്കുന്ന അത്രയും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ എന്നാ വരൂ, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. അവരെങ്ങോട്ട് പോയി അവിടെ തന്നെ പോകാം. ആ നരിക്കൂട്ടം ഹെറോഷിസിന്റെ അടുത്തേക്ക് എന്നെ പോയിട്ടുണ്ടാകും. ഹെറോഷിസ് ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയാം. ഹെറോഷ്യസ്, ഹെറോഷ്യസ്, നിങ്ങൾ ആവശ്യപ്പെട്ട ബുക്ക് ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അല്ല, നിങ്ങൾ എന്താ ഇനി ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ഹെറോഷ്യസിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ശരിക്കും പേടിയാവുന്നു ഇതൊക്കെ കാണുമ്പോ. ഹെറോഷ്യസ്, ഹെറോഷ്യസ്, എന്നെ രക്ഷിക്കൂ. അതേക്ക് എത്തിയോ? ഹെറോഷ്യസ്, നിങ്ങൾ ആവശ്യപ്പെട്ട ബുക്ക് ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട പുസ്തകം. ഹെറോഷ്യസ് വളരെ സന്തോഷത്തിലാണ്. നിനക്ക് ഞാനൊരു സമ്മാനം തന്നേ പറ്റൂ നരിയേ. നരിയ, ആ 5 കല്ലുകൾ വാ. അത് വളരെ നല്ല കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത്. ആ 5 കല്ലുകൾ ഒരു പ്രാവശ്യം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരേത് കല്ലുകളുടെ കാര്യമാ പറയുന്നേ? ആ പുസ്തകത്തിൽ 5 മാന്ത്രിക കല്ലുകൾ സ്വന്തമാക്കാനുള്ള വഴികൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ പിന്നെ അവൻ അതീവ ശക്തിമാനായി മാറും. പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തെ പോലെയാകും. ഡാൻസ് കളിക്ക്, പാട്, ആഹാരം കഴിക്ക്, സന്തോഷമായിട്ടിരിക്കുക. ആഘോഷം ഇവിടെ തുടങ്ങട്ടെ. അവൻ തന്റെ ബ്ലാക്ക് ലൈൻസിനോടൊപ്പം ടെന്നിനകത്താണ്. പക്ഷെ ആ മാന്ത്രിക ബുക്കിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ ആ 5 കല്ലുകളും ഹെറോഷ്യസിന് മുമ്പേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയൂ. അഥവാ അവനാണത് കണ്ടുപിടിക്കുന്നതെങ്കിൽ പിന്നെ ഈ ലോകം തന്നെ നശിച്ചു പോകും എന്നേക്കുമായി. ഞാൻ ആ ബുക്കിന്റെ കോപ്പി എങ്ങനെയെങ്കിലും കൊണ്ടുവന്നേക്കാം. ആദ്യം ആ ഹെറോഷ്യസിനെ എങ്ങനെയെങ്കിലും ടെന്റിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം. ഐഡിയ! ഇത് നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പെർട്ട് അല്ലേ. ശരി, ഞാൻ പറയുന്നത് സിപ്പാഹി, സിപ്പാഹി. രംഗീല ഇപ്പൊ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇനി ചെയ്യേണ്ട കാര്യം ഞാൻ ഏറ്റ്.
പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിന്റെ മായാജലം കാണിക്കേ. ഒരു രക്ഷയില്ല. അല്ല, ഇതാരാ? ആ കാണുന്ന പുസ്തകം തന്നെ. രുദ്ര, ഇതെന്തായാലും ഗംഭീരമായി. ആ പുസ്തകത്തിന്റെ ഓരോ പേജസും മാജിക്കലി സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം രംഗീല. സിപ്പായികളെ, ഹെറോഷ്യസ് പറഞ്ഞത് കേട്ടില്ലേ? നിർത്ത്. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. ഇതെല്ലാം എന്താ? വാ, നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഫുൾ ബുക്ക് നമുക്ക് കിട്ടിയില്ല. കിട്ടിയത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. രംഗീല, അവിടെ നോടി രക്ഷപ്പെടേ. ആ ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്ന പെണ്ണിനെ പിടിക്ക്. ഇവരാ കുട്ടികളാണ്. ഇവരാണ് ബാബാജിനെ രക്ഷിച്ചത്. ഇവർക്ക് കുറെ മാജിക് ഒക്കെ അറിയാം. നീ എന്തുകൊണ്ട് ഇത് ആദ്യം പറഞ്ഞില്ല? നിങ്ങളെ മാജിക് ബുക്കുമായിട്ട് അകത്തേക്ക് പോയിട്ട് ഞാൻ എന്ത് പറയാനാ? ഞാൻ അവനെ ഫോളോ ചെയ്തിട്ട് പിന്നെ എല്ലാം നിങ്ങൾക്ക് വന്ന് പറയാം, ഇല്ലെങ്കിൽ വിട്ടുപോകും. ഇല്ല, ഞാൻ അവരെ ഇങ്ങനെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ചക്ക, നീ വളരെ മിടുക്കനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. മായാജാല ശക്തി ഉപയോഗിച്ച് അപ്രത്യക്ഷമാകാൻ ശ്രമിക്കുകയാണോ? എനിക്കും ഒരുപാട് മാജിക് അറിയാം. ഈ കാണുന്ന പ്രകാശത്തിൽ എല്ലാവരുടെ മാജിക് എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കും. മൊത്തം പ്രശ്നമായെന്ന് തോന്നുന്നല്ലോ രുദ്ര. ഇനി നമ്മൾ എന്ത് ചെയ്യും? സുഹൃത്തുക്കളെ, ആരും അനകരുത്. നമുക്ക് അവരെ ഇപ്പോഴും കാണാൻ കഴിയുന്നില്ല. അത് ശരി, ഞാൻ നിൽക്കുന്നു. കണ്ടു നിങ്ങളെ. പിടിക്കവരെ. നമ്മൾ പിടിക്കപ്പെട്ടു. ഇവിടുന്ന് പോകാം രുദ്ര. അവരുടെ പുറകെയോട്. രുദ്ര, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു മിനിറ്റ്. ഐഡിയ. അല്ല, എവിടെ പോയി അവര്? ഇല്ല. അത് എലിയുടെ ഷാഡോ ആണ്. കണ്ട് പേടിക്കണ്ട. ആ 5 കല്ലുകളെ കുറിച്ചുള്ള രഹസ്യം എന്താണ്? ആദ്യത്തെ കല്ലിന് ഭൂമിയുടെ ശക്തിയുണ്ട്. രണ്ടാമത്തെ കല്ലിൽ ആകാശത്തിന്റെ ശക്തിയുണ്ട്. മൂന്നാമത്തതിൽ അഗ്നിയുടെ ശക്തിയുണ്ട്. നാലാമത്തതിൽ കാറ്റിന്റെ ശക്തിയുമുണ്ട്. അഞ്ചാമത്തതിൽ മിനറൽസിന്റെ ശക്തിയുമുണ്ട്. ഇരുമ്പ്, സ്വർണം, വെള്ളി, അങ്ങനെ ഏതൊരു മിനറൽസിനെയും തന്റെ കൺട്രോളിൽ കൊണ്ടുവരാനുള്ള ശക്തി അതിനുണ്ട്. സമ്മതിച്ചു. ഹെറോഷ്യസ് ആ കല്ലുകളെല്ലാം സ്വന്തമാക്കി അത്രയും ശക്തിമാനായിട്ട് മാറിപ്പോകും. പിന്നെ ആർക്കും അവന്റെ കഥ അവസാനിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ആ കല്ലുകൾ വെച്ച് എന്ത് ചെയ്യും? സൂര്യഗ്രഹണം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ആ കല്ലുകളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. അതും ആ മാജിക് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത് അവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. ഒരുപക്ഷെ കൊണ്ടുവയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ സൂര്യഗ്രഹണം അവസാനിച്ചതിന് ശേഷം ആദ്യത്തെ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിച്ചാൽ ഈ ലോകം മുഴുവനും നശിച്ചു പോകും. അപ്പൊ അവര് ഏതോ മാജിക് ഉപയോഗിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഏതാണ്ട് ഇന്ത്യ എന്നുള്ള പേരുള്ള രാജ്യത്തിൽ നിന്നാണ്. ഒരു കുഴപ്പമില്ല. ഒരു പ്രാവശ്യം ആ 5 കല്ലുകൾ എന്റെ കൈവശം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആർക്കും എന്നെ ഒന്നും ചെയ്യാനാവില്ല.
ദേ ഇത് കൊണ്ടോ, ഇതിലെന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഇരുട്ടിന്റെ സമയത്ത് ഞാൻ പുറത്തു വരാറുണ്ട്. അതിഭയങ്കരമായ പ്രകാശം കണ്ട് ഞാൻ പേടിക്കാറുമുണ്ട്. മറ്റുള്ളവർ ചില വസ്ത്രങ്ങൾ അണിഞ്ഞു നടക്കാറുമുണ്ട്. ഇപ്പോൾ അതേ വസ്ത്രമാണ് ഞാൻ മൂടിപ്പൊതിച്ചിരിക്കുന്നത്. ഇരുട്ട് സമയത്ത് ഞാൻ പുറത്തു വരാറുണ്ട്. അതിഭയങ്കര പ്രകാശം കണ്ട് പേടിക്കാറുണ്ട്. എന്നുവെച്ചാൽ എന്താണ് അർത്ഥം? ഏത് വസ്ത്രങ്ങൾ കൊണ്ടാണോ മറ്റുള്ളവരെ പുതപ്പിച്ചുകൊണ്ടിരുന്നത് അതിൽ മൂടി പൊതിച്ചാണ് എന്നെ ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ചേട്ടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. വേണമെങ്കിൽ ഈ കടകഥ ഞാൻ അല്പം ഈസി ആക്കി തരാം, അല്ലാതെ സോൾവ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. അത് രാത്രിയിൽ പുറത്തു വരുന്ന വല്ല മൃഗവുമായിരിക്കും. അത് രാത്രി മാത്രമേ പുറത്തു വരൂ. പക്ഷെ അതിൽ ഏത് മൃഗമാണ് വസ്ത്രം അണിയുന്നത്? അത് നിങ്ങൾ തന്നെ അങ്ങ് സോൾവ് ചെയ്താൽ മതി. രംഗീല, നീ പസിലിന് ഉത്തരം കണ്ടെത്തിയിട്ടില്ല. നീ അത് വീണ്ടും കൺഫ്യൂസ് ചെയ്ത് വിട്ടിരിക്കുക. ഈ സംഭവം വേറെയാ. ഇത് ഇരുട്ടിൽ മാത്രം പുറത്തിറങ്ങാൻ താല്പര്യപ്പെടുള്ളൂ. അതിഭയങ്കര പ്രകാശം കണ്ടത് പേടിക്കാറുണ്ട്. മറ്റുള്ളവരെ ഇത് പുതപ്പിച്ചുകൊണ്ടിരുന്ന വസ്ത്രം മൂടി പൊതച്ച വസ്ത്രത്തിലാണ് പുറത്തു വരുന്നത്. എന്നുവെച്ചാൽ വസ്ത്രം ഉടുക്കാറില്ല, മൂടി പൊതച്ചാണ് വരുന്നത്. എന്നുവെച്ചാൽ വസ്ത്രങ്ങൾ അണിയത്തില്ല, മൂടി പൊതച്ചാണ് നടക്കുന്നത്. അക്കണക്കിൽ നോക്കുമ്പോൾ അത് മൃഗമാകാൻ ചാൻസ് ഇല്ല. എന്റെ തല മാത്രമല്ല നരീന്റേത്, അതിന്റെ അകത്തിരിക്കുന്ന ബുദ്ധിയും നരീന്റെ തന്നെയാണ്. എന്നിട്ടും ഈ കടുങ്കഥന്റെ ഉത്തരം എനിക്ക് കണ്ടെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അത് മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഏത് തരം മനുഷ്യനാണ് അവൻ? അവൻ വസ്ത്രങ്ങൾ അണിയാറില്ല, മൂടി പൊതച്ചാണ് നടക്കുന്നത്. ഇരുട്ടിൽ മാത്രം പുറത്തേക്ക് വരുന്നത്. പ്രകാശം കണ്ട് പേടിക്കുന്നു. യെസ് യെസ്, നമ്മൾ ഈജിപ്തിലാണ്. ഈജിപ്തിൽ ഒരുപാട് മമ്മീസ് ഉണ്ടാവും. അവരുടെ ശരീരത്തിൽ വസ്ത്രങ്ങളില്ലാതെ മൂടി പൊതച്ചായിരിക്കും ഇരിക്കുന്നത്. അതെ അതെ, മമ്മീസ്. ഇത് മമ്മീസ് തന്നെയാണ്. പക്ഷെ മമ്മീസ് പിരമിഡിലാണല്ലോ ഉണ്ടാവാറുള്ളത്. പക്ഷെ ഞാൻ നടക്കുന്ന മമ്മീസിനെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. ബാബാദീൻ സാറേ, ഇതൊന്ന് നോക്കിക്കേ. നമ്മൾ കളങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തിയപ്പോ ബുക്കിൽ ഒരു മാപ്പ് വരാൻ തുടങ്ങി. പക്ഷെ ഇത് ഏതാ സ്ഥലം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് മാപ്പിനെ ഫോളോ ചെയ്തിട്ട് പോകാം. വരും, നമുക്ക് പുറപ്പെടാം. ഈ മാപ്പ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ നോർത്ത് ഡയറക്ഷനിലോട്ടാ പോകണ്ടേ. രണ്ട് അവിടെയുണ്ട് ധ്രുവ നക്ഷത്രം. അതെപ്പോഴും നോർത്തിലാണുള്ളത്. നമ്മൾക്ക് ആ ദിശയിലാ പോകണ്ടേ. എങ്കിൽ പിന്നെ വരൂ കൂട്ടുകാരെ, നല്ല കാര്യം എന്തിനാണ് ലേറ്റ് ആക്കുന്നത്? നീ ആരാണ്? ഞാനാണ് ബ്ലാക്ക് വിച്ച്. നീ ഇലാക്ക കടന്നു പറന്നു പോകാനാവില്ല. കല്ലുകളെ തേടി പറന്നു പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല, മനസ്സിലായോ? രംഗീല, മാറി നിൽക്ക്. ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കാം. അന്തർ മന്തർ കാളി കളന്തർ ചൂ. വാ, നമുക്ക് താഴേക്ക് പോകാം. Ibaiska Black Witch disappearo. വടക്കതിക്ക് അങ്ങോട്ടാണ്. നമുക്കതേ ആവശ്യത്തോട്ടാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് പറന്നു പോകാൻ കഴിയില്ല. ഇവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. Ibaiska hoverboard creato. ഇതേതോ മാജിക്കിന്റെ ലൈറ്റ് ആണല്ലോ. ആ നിൽക്കുന്നു. അവരുടെ പുറകെ പോ. എല്ലാരും പെട്ടെന്ന് ഇരുന്നേക്ക്.
ഇതെന്താണ്? ആകെ പ്രശ്നമാകുന്നതിന് മുമ്പേ എല്ലാരും കയറി ഇരിക്കാൻ നോക്ക്. അല്ലെങ്കിലേ എന്താ ഏതാന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവനോടെ ഉണ്ടാവില്ല. Ibaiska Lions Danso. എന്റെ സിംഹങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? ഇതൊക്കെ ചെക്കൻ രുദ്രന്റെ മന്ത്രതന്ത്രങ്ങളാണ്. അറിയുന്നത് അവനെ നമ്മൾ മുകളിൽ കാണില്ല, അതുപോലെ തന്നെയാണ് അവൻ പാതാളത്തിന്റെ അവനും ജീവിക്കുന്നവനാണ്. നമ്മൾ കുറച്ചും കൂടി സൂക്ഷിച്ചു വേണം ചെല്ലേ. മതിയാക്ക്, നിർത്താനാ പറഞ്ഞത്. രുദ്ര, ഈ മാപ്പ് കാണാൻ നമ്മുടെ GPS സിസ്റ്റം പോലെയുണ്ടല്ലോ. നോക്ക്, ഇതിൽ നമുക്ക് നമ്മുടെ പൊസിഷൻ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് മമ്മിയുടെ സ്ഥലം. എത്ര മനോഹരമായ സ്ഥലമാണിത്. പക്ഷെ അതേസമയം പേടിയും തോന്നുന്നുണ്ട്. മനുഷ്യൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇതൊക്കെ എന്താ ഈ വരുന്നത്? മനുഷ്യരെ എത്തിക്കഴിഞ്ഞു. മനുഷ്യരെ എത്തിക്കഴിഞ്ഞു. രുദ്ര, ആകെപ്പാടെ പ്രശ്നമായെന്ന് തോന്നല്ലോ. അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. എല്ലാരും മാറി നിൽക്ക്. ഇവരധികം പ്രകാശം കണ്ട് പേടിക്കാറുണ്ട്. Ibaiska Bright Light Creator. ഇനി നമ്മൾ അവരെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അവരൊക്കെ ഈ പ്രകാശം കണ്ട് പേടിച്ചിരിക്കുക. ഓടണ്ട, പേടിക്കണ്ട. എനിക്ക് നിങ്ങളുടെ അടുത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ ആ പ്രകാശം ഒന്ന് കുറച്ചേക്കാം. പുറത്തോട്ട് വന്നേക്ക്. ഞാൻ പറയുന്നത് കേക്ക്. ഞങ്ങൾ 5 കല്ലുകൾ തേടി വന്നിരിക്കും. ഇതിലത്രയ്ക്ക് ചിരിക്കാനൊന്നുമില്ല. അത് സത്യമാണ്. ഇക്കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ മൊത്തം ലോകവും നശിച്ചു പോകും. എന്നാൽ അത് അവസാനിക്കട്ടെ. ഞങ്ങളുടെ ബോഷ് പിലോണ വന്നുകൊണ്ടിരിക്കുകയാണ്. തല കുണിച്ച് നിൽക്ക്. തല കുണിച്ചിരിക്കാനാ പറഞ്ഞത്. നമ്മൾ തേടി വന്ന ഒരു കല്ല് അവന്റെ ചെസ്റ്റിലുണ്ട്. അത് ഭൂമിയുടെ ശക്തിയുള്ള കല്ലാണ്. അതിനകത്ത് എന്തിന്റെ സൈനും കാണുന്നുണ്ട്. തലയോർത്തി നിൽക്ക്. ഞാൻ കേട്ടത് ഈ ലോകം അവസാനിക്കാൻ പോവുകയാണെന്നാ. അവന്റെ കൈവശം 2 കല്ലുകളുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമായി. കാരണം ടിയാന ഇതുവരെ കരയാൻ പഠിച്ചിട്ടില്ല. ലോകമുള്ളത് കൊണ്ടാണ് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നത്. അങ്ങനെ അതില്ലെങ്കിൽ ഞാൻ ഇനിയും അതിന് സന്തോഷിക്കും. ഞാനിപ്പോ അത് തന്നെയാണ് ആലോചിക്കുന്നത്. ലോകം മൊത്തം ഞാൻ എങ്ങനെ അവസാനിപ്പിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു മിനിറ്റ്. ഒരുപക്ഷെ ലോകം അവസാനിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ലാഭം? നിങ്ങളും അതോടെ അവസാനിക്കും. മരമണ്ട കൊച്ചനെ, ഞങ്ങൾ നേരത്തെ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ രൂപത്തിൽ നിൽക്കുന്നത്. ഞാനിപ്പോ എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത് അറിയാവോ? ലോകം അവസാനിക്കുമ്പോ അതുകൊണ്ടുള്ള ഗുണം എനിക്ക് മാത്രമാണ്. ഞാൻ എല്ലാവരെയും മമ്മിയാക്കി മാറ്റിയിട്ട് ഞാൻ അവരെല്ലാം ഭരിക്കാൻ തുടങ്ങും. ഇവരുടെ കഥ അങ്ങ് കഴിച്ചേക്ക്. എങ്കിലേ ഇവരോടൊപ്പമുള്ള ലോകത്തെ രക്ഷിക്കാന്നുള്ള സ്വപ്നവും അവരോടൊപ്പം ഇല്ലാതാവും.
എടാ ഇത് ആകെ പ്രശ്നമായല്ലോ. ഇവരുടെ ശരീരത്തിൽ 2 കല്ലുകൾ ഉണ്ടല്ലോ, അതുപോലെ തന്നെ 2 ശരീരവും ഉണ്ട്. എന്റെ കൈവശമുള്ളത് വെള്ളത്തിന്റെയും ഭൂമിയുടെയും ശക്തിയുള്ള കല്ലാണ്. അതിന്റെ ശക്തി കൊണ്ട് ഞാൻ വിചാരിച്ചത് എന്തും എനിക്ക് ചെയ്യാനാകും. നിങ്ങളെ കൊണ്ട് എന്നെ തടഞ്ഞു നിർത്താനാവില്ല. രുദ്രയുടെ പ്രായത്തിനെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഫിറോണ, ഒരേ വശത്തോടെ ചില മനുഷ്യர்கள் ഇവിടെ നോക്കി വരുന്നുണ്ട്. വീണ്ടും മനുഷ്യൻ വരുന്നുണ്ടെന്നോ? അവരെ ഞാൻ ആരെയും വിടില്ല. പകുതി ഇവരിങ്ങോട്ട് ചെല്ല്, ബാക്കിയുള്ളവർ അങ്ങോട്ടും ചെല്ല്. ബാക്കിയുള്ളവർ എന്റെ പുറകിൽ വന്ന് നിൽക്കൂ. എല്ലാരും ഓടിപ്പോയോ? എന്റെ കൂട്ടത്തിൽ നിൽക്കാൻ ആരുമില്ലേ? എന്നെ വിട്ടിട്ട് എല്ലാരും നിങ്ങൾ ഓടിപ്പോയോ? ആക്രമിക്ക്, ചെന്നാക്രമിക്ക്. ഞാനിവരെല്ലാരും നശിപ്പിച്ച് അടങ്ങൂ. ആരും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഈ ലോകം മൊത്തവും നിശ്ചലമായി അവസാനിക്കും. സൂര്യൻ ഉദിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഇനി ആരും സൂര്യനെ നോക്കരുത്. ഇവിടെയുള്ള ശത്രുക്കളുടെ കഥ അവസാനിപ്പിക്ക്. ചെല്ല്. വെള്ളത്തിന്റെ ശക്തിയുള്ള കല്ല് കിട്ടിക്കഴിഞ്ഞു. ഭൂമിയുടെ ശക്തിയുള്ള കല്ല് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എനിക്ക് എന്റെ 2 കല്ലുകളും നഷ്ടമായി. ഞാൻ നിങ്ങളെ ആരും വെറുതെ വിടില്ല. ഇത് കണ്ടോ? ഈ കല്ല് ചെറുതായിട്ട് മാറാനുള്ള ശക്തിയും ഉള്ളതാണ്. രുദ്ര, നീ ഒരു ഐഡിയ കാണിച്ചില്ലേ? ഡിജിറ്റൽ ബുക്ക് റെഡിയാക്കാനുള്ളത്. അത് നമുക്കിപ്പോൾ വളരെ പ്രയോജനകരമായേക്കും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത പസിൽ കിട്ടില്ല. രുദ്ര, നിനക്കിപ്പോൾ വെള്ളത്തിന്റെ ശക്തിയുള്ള കല്ല് കിട്ടിയിരിക്കുകയാണ്. അത് നീ ഈ ബുക്കിൽ കൊണ്ട് പതിച്ചു വെക്ക്. അങ്ങനെയായാൽ ചിലപ്പോൾ നമുക്ക് അടുത്ത കല്ലിലുള്ള വഴി കണ്ടെത്താം. അടിപൊളി. ഹെറോഷ്യസിന് സന്തോഷമായി. ഹെറോഷ്യസിന് സന്തോഷമെങ്കിൽ നിങ്ങൾക്കും സന്തോഷം. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല. അതായത് ആ ചെക്കൻ ഏത് വാഹനത്തിലാണ് സവാരി ചെയ്തുകൊണ്ടിരുന്നത്? ഏത് മൃഗത്തിനും അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റിയില്ലല്ലോ. ഹെറോഷ്യസ് അവനൊരു മജീഷ്യനാണ്, ഒരു മഹാനായ മജീഷ്യൻ. അവൻ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ പറ്റൂ. ആ പുസ്തകം വേഗം കൊണ്ടുവാ. അല്ല, ഇതെന്താ പറ്റിയത്?
ഈച്ചക്ക് ദാന ബീച്ചക്ക് ദാന ദാനേ ഊപ്പർ ദാന. അത് കൈയടക്കാൻ ഒരുത്തൻ പതുങ്ങിയിരിപ്പുണ്ട്. അവൻ ഈ ധാന്യം കഴിച്ചേ മതിയാവൂ. ഈച്ചകദാന ബീച്ചകദാന ദാനേ ഊപ്പർ ദാന ഒക്കെ ശരിയാ, പക്ഷെ പതുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എന്താണ്? ഒരുപക്ഷെ ഷാക്കിർ ഇത് തെറ്റായ രീതിയിൽ വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ വിഷു പറഞ്ഞ് വേട്ടക്കാരനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് വേണ്ടിയും വല വരിച്ച് കാത്തിരിക്കുന്നത് വേട്ടക്കാരെ മാത്രമല്ലേ? ഒന്ന് ആലോചിക്കൂ. ഷാക്കിർ എന്ന് പറയുന്നത് വേട്ടക്കാരനല്ലല്ലോ. ഷാക്കിർ എന്ന് പറയുന്ന ഒരു പേരായിരിക്കും. ബാബാദീൻ സർ, ഒന്ന് ആലോചിക്ക്. ഷാക്കിർ എന്ന് പറയുന്നത് ഒരു പേരായിരിക്കുമോ? അതെ അതെ ഉണ്ട്. ഷാക്കിർ എന്നത് ഒരു ഭാഷയുടെ പേരാണ്. പക്ഷെ അയാളുടെ സിറ്റിയെ കുറിച്ച് ഇവിടെയുള്ള ആർക്കും അറിയില്ല. അദ്ദേഹം വളരെ നല്ല ഭാഷയായിരുന്നു. പല പ്രാവശ്യവും അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഭാഷയാണെങ്കിൽ അത് ഷാക്കിറിനെ പോലെ വേണമെന്ന്. എന്ന് വെച്ചാൽ മൂന്നാമത്തെ കല്ല് ആ നഗരത്തിലായിരിക്കും. അവിടുത്തെ ഭാഷ ഷാക്കിർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ നഗരം എവിടെയാണെന്ന്. അത് കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ. ആ ബുക്കിലൊന്ന് നോക്കിക്കേ. നമ്മൾക്ക് വീണ്ടും ഇനിയും നോർത്ത് ഡയറക്ഷനിലാണ് പോകേണ്ടത്. വരൂ, എല്ലാരും വീണ്ടും വിശ്വസിക്ക്. പിന്നെയും നമ്മളെ ഹെറോഷ്യസുമായിട്ട് മീറ്റ് ചെയ്യണ്ടെന്ന്. രുദ്ര, ഈ വണ്ടിയിൽ ഇനി നമുക്ക് യാത്ര ചെയ്യാനാവില്ല. അവർ നമ്മൾ നിനക്ക് അസ്ത്രങ്ങൾ എഴുതി നമ്മളെ നശിപ്പിക്കും. ഈ മരുഭൂമിയിൽ വേഗത്തിൽ ഓടുന്നത് ഒട്ടകങ്ങൾ മാത്രമാണ്. നീ നിന്റെ മാജിക് പവർ യൂസ് ചെയ്ത് ഒട്ടകങ്ങളെ ഉണ്ടാക്കിയെടുക്കൂ. അവയ്ക്ക് മാത്രമേ മരുഭൂമിയിൽ കൂടെ ഓടാനാവൂ. നിങ്ങളെ ആരെയും കൊണ്ടും എനിക്കൊരു പ്രയോജനവും ഇല്ലല്ലോ. ഒരു കടങ്കഥയുടെ ഉത്തരം പോലും നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ ചക്കർ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്ക്. ആ ചക്കർ എവിടെ ഉണ്ടെന്ന് പോയി നോക്കാൻ. അവൻ അതിന്റെ ഉത്തരം തേടി കണ്ടെത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജോലിയും എളുപ്പത്തിൽ തീർക്കാം. പോയി നോക്കാനാ പറഞ്ഞ്. എന്റെ തല മാത്രമല്ല നരീണ്ടത്, എന്റെ ബുദ്ധിയും നരീണ്ട് തന്നെയാണ്. വളരെ വേഗത്തിലാണ്. ഇപ്പൊ തന്നെ ഞാൻ അത് കണ്ടെത്താം. ഹെറോഷ്യസ്, ആ ചക്ക നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ ദിക്കിൽ ഒരു നഗരമുണ്ട്. എനിക്ക് മനസ്സിലായി. അവൻ ഗസൂബയിലേക്കാ പോകുന്നത്. പക്ഷെ അവൻ അവിടെ ചെന്നെത്തുന്നതിന് മുമ്പ് അവരെ പിടിച്ചു നിർത്തണം. ചേടാ, ഇപ്പൊ അടുത്ത പുലിവൽ എന്താ ഈ വന്നോണ്ടിരിക്കുന്നത്? ചേടാ, ഇത് ആകെ ഗുലുമാലായല്ലോ. ഇത് നമ്മുടെ പുറകെ വന്നോണ്ടിരിക്കുകയാണല്ലോ.
അവന്റെ കഥ അതോടെ അവസാനിച്ചു. ഇല്ലട ചെക്ക. അയ്യോ രുദ്ര, രക്ഷപ്പെട്. ഇപ്പൊ ഞാൻ ഈ സ്റ്റോൺ യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. വേണ്ട 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 വേണ്ട. കൂട്ടുകാരെ, പ്രോബ്ലം സോൾവ്. ഇനിയും വേഗത്തിലോട്. അവർ രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. അവരിവിടെ എവിടെ അടുത്തുണ്ട്. പെട്ടെന്ന് ഇതെന്താ പറ്റിയേ? പ്രൊട്ടക്ഷൻ കവർ ക്രിയേറ്റോ. ഹെറോഷ്യസ്, നിങ്ങൾ അവന്റെ കഥ അവസാനിപ്പിച്ചു. ഇനി അവന്റെ കല്ല് നമുക്ക് തട്ടിപ്പറിക്കാം. ഇനി ആ കല്ല് വേറെ എങ്ങോട്ടും പോവില്ല. ഞാൻ എപ്പോ വിചാരിച്ചാലും അത് എടുക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാളും മുമ്പ് നമുക്ക് മറ്റുള്ള കല്ലുകളാണ് അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാകുന്നതിന് മുമ്പ് പോകാം ഗസൂബയിലേക്ക്. Ibaiska passage creato. അവർ നമ്മളെ കടത്തി വെട്ടി മുന്നോട്ട് പോയിരിക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഈ ഈജിപ്ഷ്യൻ നഗരം എത്ര അതിമനോഹരമായിട്ടിരിക്കുന്നു അല്ലേ? വാവ്. ഇത് ഗസൂബ നഗരമാണ്. ദാ അങ്ങോട്ട് നോക്ക്, അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ഭാഷയുടെ പേര് നാസർ എന്നാണ്. വരൂ, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. അദ്ദേഹത്തിന് മാത്രമേ നമ്മൾ സഹായിക്കാനാകൂ. ബാഷ നാസിർ, ഞങ്ങൾക്ക് താങ്കളുടെ സഹായം ആവശ്യമുണ്ട്. ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാനാകൂ. ഞെട്ടിപ്പോയി അല്ലേ? നമുക്കറിയാം ഈ ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന്. എന്നിട്ട് നമുക്കിതും അറിയാം, എനിക്ക് മാത്രമേ അതിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുമുള്ളൂ. ഇവിടുത്തെ ബോസിനെ ഞങ്ങളുടെ മഹാബലി ഹെറോഷ്യസ് അടിച്ചു പുറത്താക്കി കഴിഞ്ഞു. നിങ്ങളിപ്പോ കാണുന്ന നസൂബ നഗരത്തിന്റെ രാജാവ് ഇദ്ദേഹമാണ്, ഹെറോഷ്യസ് ആണ്. ഹെറോഷ്യസ്, ഇപ്പോഴും സമയമുണ്ട്. ആ കല്ല് ഞങ്ങൾക്ക് തന്നേക്ക്, അല്ലെങ്കില് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. നിന്റെ ഈ വിരട്ടൽ നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഹെറോഷ്യസിന് സന്തോഷമായിരിക്കുന്നു. ഹെറോഷ്യസിന് സന്തോഷമെങ്കിൽ നിനക്കും സന്തോഷം. പിടിക്കവരെ.
രക്ഷിക്കണേ, രക്ഷിക്കണേ, ഓടി വരണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും വരണേ, ഓടിക്കോ, ഓടിക്കോ. ഇനി എനിക്ക് ഓടാൻ കഴിയില്ല. ഐഡിയ. പെട്ടെന്ന് കയറ്, പെട്ടെന്ന് കയറ്. നിങ്ങളാരാണ്? ഞാൻ ഇവിടുത്തെ ഭാഷ നാസർ. ഹെറോഷ്യസ് പെട്ടെന്ന് ഇവിടെ വന്ന് ആക്രമിച്ചു. അതുകൊണ്ട് ഞാൻ ജീവൻ രക്ഷപ്പെടാൻ ഓടി ഒളിച്ചു. പിന്നെ എനിക്ക് അവനുമായിട്ട് ഏറ്റുമുട്ടാനാവില്ല, കാരണം അവൻ ഒരുപാട് മാജിക് അറിയാം. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? ലോകം അപകടത്തിലാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. എന്ത് ആവശ്യമുണ്ടോ ഞാനത് ഞങ്ങൾക്ക് ചെയ്തു തരാം. പക്ഷേ എൻ്റെ ഈ നഗരം തിരിച്ചു പിടിക്കാൻ നീ എനിക്ക് സഹായിക്കണം. എനിക്ക് എൻ്റെ സിംഹാസനം എനിക്ക് തിരിച്ചു പിടിക്കണം. സമ്മതിച്ചു. ഇപ്പൊ ഷാക്കിർ ആരുടെ പേരാണെന്ന് പറയാവോ? ഷാഹിറോ? ഷാഹിർ ആരുടെ പേരല്ല. ഒന്ന് ആലോചിക്കൂ, ഷാക്കിറിന്റെ പേരിൽ ആരെങ്കിലും കാണും. നിങ്ങളുടെ മുത്തശ്ശന്മാർ. ഓഹോ, എന്റെ മുതുമുത്തച്ഛന്റെ പേര് ഷാഹിർ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ശില്പം ഈ നഗരത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ സ്ഥലത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകും, ഞങ്ങൾക്ക് ആ സ്ഥലത്തോട്ട് പോകണ്ടേ? വാടാ വാടാ, ഞങ്ങളുടെ പുറകെ വാടാ. ഈ സ്റ്റാച്ചു ഒന്ന് നോക്കിക്കേ. എന്തോ കിങ് ഷാക്കിർ ആർക്കോ വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു. കല്ലതിന്റെ താഴെ തന്നെ കാണും. കല്ലോ? ഏത് കല്ല്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ താഴോട്ട് പോകാനുള്ള വഴി കണ്ടുപിടിക്കണം. എന്നാലും ഇവിടെ നിന്ന് നോക്കാം. അതായിരിക്കും ആ സ്ഥലം. കൂട്ടുകാരെ, ഞാൻ ആ വഴി കണ്ടെത്തി കഴിഞ്ഞ്. വരൂ, നമുക്ക് അകത്തോട്ട് പോകാം. അയ്യോ, ഇതെന്തൊരു ഗുലുമാലാണ്. നമ്മൾ ഇറങ്ങി എങ്ങോട്ടായി പോകുന്നേ? ഈ സ്ഥലം വളരെ വിചിത്രമാണല്ലോ. ഇവിടെ ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞാൽ കോറിഡോർസ് ആണല്ലോ. നമ്മളിപ്പോ എങ്ങോട്ടാ പോകണ്ടേ? ആ കാണുന്ന പെയിന്റിംഗിൽ എന്തെങ്കിലും ക്ലൂ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ? ആ വഴിയിലോട്ട് ചെല്ല്. എല്ലാ കാക്കകളും ഒരേ ഡയറക്ഷനിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാല് ആ കാക്കകൾ നമുക്ക് ഡയറക്ഷൻ പറയുവാണ്.
ദേ അവിടെയുണ്ട് കാറ്റിന്റെ ശക്തിയുള്ള കല്ല്. അതിഭയങ്കര കാറ്റ് വീശുന്ന ശക്തി അതിനുണ്ട്. അടിപൊളി. എന്റെ നഗരത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നോ? എനിക്കറിയില്ലായിരുന്നു. അപ്പോഴേക്കും അടുത്ത പുലിവാല വന്നല്ലോ. ഇവിടെ രക്ഷയില്ലെന്ന് തോന്നുന്നു. ഇനി എങ്ങോട്ടാ പോവാ? എങ്കിൽ ഞാൻ പിന്നെ എന്റെ കടയിൽ കയറിയേക്കാം. വാ ഇങ്ങോട്ട് വാ. അവന്മാരൊക്കെ ഇവിടെ ഉണ്ടാവും. ഒച്ച അവിടുന്ന വരുന്നേ. വാ. രുദ്ര, ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക. നീ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേ. കിട്ടിപ്പോയി കാറ്റിന്റെ ശക്തിയുള്ള കല്ല്. Сибайска, door close. കുട്ടി, നീ എന്താ കരുതിയത്? ഈ ഒരു ചുവര് കെട്ടി നീ എന്നെ തടഞ്ഞു നിർത്താവുന്നോ? ഹിറോഷിയസ്, രുദ്രന്റെ പ്രായത്തിനെയും രുദ്രന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. സൈനികരെ, ഈ ഷീൽഡിനെ തല്ലി തകർക്ക്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ എന്താ വായി നോക്കി നിൽക്കുന്നേ? വേഗം ഇവിടുന്ന് സ്ഥലം വിടാം. ഓർത്തു നോക്ക്, ആ പസിലിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഈച്ചക്ക് ദാന ബീച്ചക്ക് ദാന, ധാന്യത്തിന് മേളിൽ ധാന്യം എന്ന് വെച്ചാൽ ധാന്യത്തിന് മേളിൽ ധാന്യം എന്ന് വെച്ചാല് ഒരു കല്ല് താഴെയാണെങ്കില് മറ്റൊന്നും മുകളിലുണ്ട്. പക്ഷെ ഇത് മുകളിൽ എവിടെയാണ്? മുകളിൽ എന്ന് വെച്ചാൽ ഈ സ്ഥലം തന്നെ ആയിരിക്കും. പക്ഷെ കല്ലെവിടെയാണ്?
രുദ്ര, വേഗം എന്തെങ്കിലും ഐഡിയ ചെയ്യേ. അവന്റെ ഹാമർ നിന്റെ ഷീൽഡ് തകർത്തുകൊണ്ടിരിക്കുക. പുറത്തു വന്നാൽ അവൻ നമ്മളെ ക്രാക്ക് ചെയ്യും. ഉത്തരം ആ പസിലിൽ തന്നെയുണ്ട്. ചില സമയങ്ങളെല്ലാം മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ ധന്യം തന്നെ കഴിച്ചോണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരു ധന്യം അവൻ കഴിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ കല്ല് അവൻ കഴിക്കാൻ പോവുകയാണ്. യെസ് യെസ്, ആദ്യത്തെ കല്ല് അവന്റെ വയറിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നത് നാലാമത്തെ കല്ലാണെന്ന്. ഒരു പക്ഷേ അത് യെസ്, കെട്ടിപ്പോയി. കല്ല് അതിന്റെ വയറിനകത്ത് തന്നെയുണ്ട്. കല്ല് പുറത്തെടുക്കാനുള്ള സമയമല്ല ഇത്. വരൂ. വേഗം ചെല്ല്. എല്ലാരും എന്റെ പുറകിൽ വരൂ. ജീവിതത്തിൽ ഞാൻ കാണാൻ ബാക്കിയുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ കണ്ടു കഴിഞ്ഞു. ബാബാ ദീംജി, വളരെ വളരെ നന്ദി. എന്താടോ ഇങ്ങനെ നോക്കണേ? പുറകെ പോ, പിടിക്കവരെ. കുട്ടി, നിനക്കെന്താ തോന്നുന്നത്? നിനക്ക് മാത്രമേ മന്ത്രം അറിയുള്ളെന്നോ? അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട്. ഇതെന്താ? ഷാക്കിർ, മുന്നോട്ട് നോക്ക്. സൈനികരെ, ആക്രമിക്കൂ. എല്ലാരും ഒന്ന് സൂക്ഷിച്ച്. ഇല്ല, രുദ്ര. ഒരു പക്ഷേ നീ ഇവിടേക്ക് പുതിയതായിരിക്കും. സ്മോക്ക് വിഷൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ കൂടി പറന്നു പോകാൻ പാടില്ലെന്ന്. ചെല്ല്, ഇപ്പൊ താഴേക്ക് ചെല്ല്. ഹോം ക്രീം 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 ക്രീം. Сибайска Fire Creator.
നോക്കൂ, ഞങ്ങളെ പോകാൻ അനുവദിക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ വലിയ പ്രശ്നത്തിൽ കുടുങ്ങിപ്പോകും. എന്നാ ശരി, കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എടുത്തോണ്ട് പോയിക്കോ. രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. Ibaiska tree root Friezo. ഇതെന്താ പറ്റിയേ? നിക്ക് വേണ്ട വേണ്ട വേണ്ട. രുദ്ര, നീ രക്ഷപ്പെട്ട് എവിടെ പോകാനാ? ഞാൻ നിന്നെ ചവിട്ടി പഞ്ചറാക്കാതെ വിടുന്ന പ്രശ്നമില്ല. രുദ്ര, നീ ഒരു കാര്യം മറന്നുപോയി. എന്നാ പിടിച്ചോ, മെറ്റലിലെ ശക്തിയുള്ള കല്ല്. 4ാമത്തെ കല്ലോ? ഷാക്കിർ സാറേ, താങ്ക് യു. Ibaiska, go back. അവരവിടെ മുകളിലുണ്ട്. നാളെ രാവിലെ സൂര്യഗ്രഹണം സംഭവിക്കും. ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായും മറയ്ക്കും. അതിനുശേഷം സൂര്യഗ്രഹണം പൂർണ്ണമായും കഴിയുമ്പോൾ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ ലോകം മൊത്തം നശിച്ചു പോകും. ഓ ചേടാ, അത് ആകെ പ്രശ്നമാകുമല്ലോ. അപ്പൊ നമ്മുടെ അടുത്ത് ഇന്ന് രാത്രി മാത്രമേ സമയമുള്ളൂ അല്ലേ? അതെ റംഗില, പക്ഷെ ഇനി 2 കളി നമുക്ക് കിട്ടാനുണ്ട്, മനസ്സിലായോ? അതിലൊന്ന് ഹെറോഷ്യസിന്റെ അടുത്തുണ്ട്. എന്റെ തല മാത്രമല്ല നരീണ്ടത്, എന്റെ ബുദ്ധിയും നരീനെ പോലെ ഫാസ്റ്റ് ആണ്. Ibaiska, Sakum Pushtum. ഞങ്ങൾ എല്ലാവരും എന്റെ പുറകെ വാ, വേഗം വാ. ഇവിടെ എത്തിക്കഴിഞ്ഞല്ലോ. രുദ്ര, ഈ രാത്രി അവസാനിച്ച് എപ്പോഴാ പകൽ തുടരാൻ പോകുന്നത്? ഇതാകെ ഗുലുമാലായല്ലോ. നമ്മളെ വിശ്വസിപ്പിച്ച് പറ്റിച്ചു കളഞ്ഞല്ലോ. രുദ്ര, 3 സ്റ്റോൺസും നാസന്റെ കയ്യിലാണുള്ളത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, വിജയിക്കാൻ പോകുന്നത് നമ്മളാണ്. വാ രുദ്ര, വാ. ഇനിയിപ്പൊ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 4 കല്ലുകളും ഇപ്പൊ എന്റെ കയ്യിലാണ്. മതി, ഇനി ഒറ്റ ഒരെണ്ണം കൂടെ കിട്ടിയാ മതി. നാളെ നേരം വിളിക്കുന്നതിനകം അതും എനിക്ക് കിട്ടും. പിന്നെ എനിക്ക് ലോകത്തിൽ എന്തും ചെയ്യാൻ സാധിക്കും, എന്ത് വേണമെങ്കിലും. പിന്നെ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒന്നും തന്നെ. ഹെറോഷ്യസ്, രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ശരി, ഒരിക്കലും സംശയിക്കില്ല. ഹെറോഷ്യസിന് സന്തോഷമായി. അതുകൊണ്ട് ഹെറോഷ്യസിന് സന്തോഷമായാൽ നിനക്കും സന്തോഷം. രുദ്ര, സമയപരിമിതി കാരണമാ, അല്ലെങ്കിൽ കുറച്ചുകൂടെ രസമാക്കാമായിരുന്നു. 5ാമത്തെ കല്ല് പോയി അന്വേഷിക്കട്ടെ, പിന്നെ വന്ന് കാണാം. Ibaiska, boom, chick, boom.
ഹെറോഷസ്, എന്റെ അച്ഛൻ ദീൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാളെ സൂര്യഗ്രഹണം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ കിരണം പുറത്തേക്ക് വരുമ്പോ അത് ഈ ഭൂമിയെ മൊത്തത്തിൽ നശിപ്പിക്കും. 5ാമത്തെ കല്ല് നീ അതിനുള്ളിൽ തേടി കണ്ടുപിടിക്കേണ്ടതാണ്. നാളെ നേരം എടുക്കാൻ വേണ്ടി ഇനിയും കുറെ സമയമുണ്ട്. ആ 5ാമത്തെ കല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വളരെ അതിശക്തമാനാവും. ആർക്കും എന്നെ ഒന്നും പിന്നെ ചെയ്യാൻ സാധിക്കില്ല, ഒരിക്കലും. ഹെറോഷസ്, നീ പറഞ്ഞതല്ലേ രുദ്രയുടെ കയ്യിൽ നിന്ന് എല്ലാ കല്ലുകളും തട്ടിപ്പറിച്ചുകൊണ്ട് വന്ന് കൊണ്ട് തന്നാൽ എന്റെ ഭാര്യയും മക്കളെയും വിട്ടുതരാമെന്ന് പറഞ്ഞില്ലേ? ദയവായി അവരെ എന്നോടൊപ്പം വിട്ടയക്ക്. വിട്ടയക്കാം, പക്ഷെ 5ാമത്തെ കല്ല് കിട്ടിയതിന് ശേഷം. കാരണം ഹെറോഷ്യസ് സന്തോഷമാണെങ്കിൽ ഈയും സന്തോഷിക്കും. ഇയാളെ വിളിച്ചോണ്ട് പോയി ഇയാളുടെ റാണിയെയും കുട്ടികളെയും കാണിച്ചു കൊടുക്ക്. വിളിച്ചോണ്ട് പോകുന്നറിയാരെ. പക്ഷേ കൂട്ടുകാരി അവിടെയാണെങ്കിൽ ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും രുദ്ര? വരൂ. ശത്രുക്കൾ ആക്രമിക്കേ. ഇവിടെ എന്തോ സംഭവിക്കുന്നത്? നമ്മുടെ ആൾക്കാർക്ക് എന്തോ സംഭവിക്കുന്നത്? എന്തത്? വരണം രുദ്ര, സ്വാഗതം. ഇതിൽ നിന്ന് നീ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവല്ലോ. എന്റെ തല മാത്രമല്ല നരീണ്ടത്, എന്റെ ബുദ്ധിയും നരീനെ പോലെ വളരെ ഷാർപ്പാണ്. മനസ്സിലാക്കിയോ? ഭടന്മാരെ, ഇവരെ ഒന്നും വിട്ടുവെച്ചേക്കരുത്. ഇത് കണ്ടോ മൈര? നമുക്ക് ആട്കളായിട്ട് പെരുമാറി കളയാം. വാ. അതേ വരുൺ. നരിയാറേ, നീ എവിടെയാണ്? ഓക്കെ, നീ ഇപ്പൊ ഇവിടെ പതുങ്ങിയിരിക്കുക അല്ലേ? ഞാനിപ്പോ സംസാരിക്കുന്ന മൂഡിലല്ല. ടൈം വളരെ കുറവാ. പറയൂ, ഹെറോഷ്യസ് എവിടെയാണെന്ന്. ഇതൊരു നല്ല സന്ദർഭമാണ്, ഓടിക്കളയാം. ഈ 5ാമത്തെ കല്ല് എനിക്ക് എന്തുകൊണ്ടാ കിട്ടാതിരിക്കുന്നത്? എങ്ങനെയാ ഞാനിത് അന്വേഷിക്കുക? എന്തൊരവസ്ഥയാ ഇത്? സമയവും പോയിക്കൊണ്ടിരിക്കുക. എന്റെ പ്ലാൻ ഒരിക്കലും പൊളിയാൻ പാടില്ല. 5ാമത്തെ കല്ലിന്റെ യാതൊരു സൂചനയും കിട്ടുന്നില്ലല്ലോ. ഓ, ഇതിനേക്കാളും നല്ലത് രുദ്രയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതായിരുന്നു. എന്നിട്ട് അവന്റെ അടുത്തുനിന്ന് തട്ടിപ്പറിച്ചാ മതിയായിരുന്നു.
എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്തോ മാർഗം തെളിയാൻ പോവുകയാണ്. ഏതോ മാർഗം തെളിയാൻ പോവുകയാണ്. കിട്ടിപ്പോയി, കിട്ടിപ്പോയി. അവസാനത്തെ ശക്തിയുടെ കല്ല്. ഹെറോഷിയസ്, നീ ഇപ്പൊ ചെയ്യുന്നതൊന്നും ശരിയല്ല. ആ കല്ലുകൾ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് തിരിച്ചു തന്നേക്ക്. സൂര്യൻ ഉദിക്കാൻ സമയമായി. ആ കല്ലുകൾ ശരിയായ സ്ഥലത്ത് പതിച്ചില്ലെങ്കിൽ എല്ലാം നമ്മുടെ കൈവിട്ടു പോകും. നോക്ക്. കണ്ടോ, ഞാൻ എവിടെ ഈ പവർ ഉപയോഗിച്ചാലും ചുമ്മാ വിരൽ ഞൊടിക്കുന്ന സമയത്തിനകം പലരും ഇവിടുന്ന് മാഞ്ഞു മറഞ്ഞു പോകുകയാണ്. കണ്ടോ, കണ്ടോ എന്റെ ഈ ശക്തി. ഇനി ഞാൻ ഈ ലോകത്തിന്റെ രാജാവാണ്, ഈ മുഴുവൻ ലോകത്തിന്റെ രാജാവ്. എന്നെ നിനക്ക് മാത്രമല്ല ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നാല് പോയെങ്കിലും തലയിലുള്ള ധിക്കാരം ഇനിയും അടങ്ങിയിട്ടില്ല അല്ലേ? നമ്മൾ കത്തിക്കരിഞ്ഞു പോകും. രുദ്ര രക്ഷിക്ക്, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യേ. രുദ്ര നിർത്ത്.
രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. Ibaiska, push, Philo! ഇല്ല രുദ്ര, എന്റെ കല്ല് ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഒരുവിധം നമ്മൾ രക്ഷപ്പെട്ടെന്നാ തോന്നുന്നേ. എത്ര നേരം ഇങ്ങനെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കാൻ പറ്റും? സൂര്യഗ്രഹണം പൂർണ്ണമാകാൻ പോവാന്ന് തോന്നുന്നു. ഇത്രയും രുദ്രമാര് ഒരേ സമയത്ത് ഒന്നിച്ചോ? നീ എന്തു വേണേലും ചെയ്തോ, പക്ഷേ ഇന്ന് നീ രക്ഷപ്പെടില്ല. ഒരുപാട് നേരമായി എലിയേയും പൂച്ചയും പോലെ ഓടിക്കളിച്ചോണ്ടിരിക്കുക. ഇനി എന്റെ സ്വപ്നം സഫലമാകാനായിട്ട് നിനക്ക് എന്നെ തടയാനാവില്ല. ആർക്കും തടയാനാവില്ല. രുദ്ര, വല്ല അവസാനത്തെ ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞോ, അത് പൂർത്തീകരിക്കാം. എനിക്കിപ്പോ ഒരു കാര്യം മാത്രം പറയാനുള്ളൂ. രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഹെറോഷിയസ്, അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ? ഇനി നമ്മൾ നോക്കേണ്ടത് ആ 5 കല്ലുകളും എവിടെയാ പതിക്കേണ്ടെന്ന് നോക്കണ്ടേ. ഇതാ ആ 5 കല്ലുകളും ഈ പുസ്തകത്തിൽ വെക്കേ. വരൂ, അതിനുള്ള വഴി കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ആ മാപ്പ് ഫോളോ ചെയ്തു പോകാം. ിരിക്കുന്നു പിരമിഡ്. അവിടെ വേണം നമുക്ക് കല്ലുകൾ പതിക്കേണ്ടത്. സൂര്യഗ്രഹണം എത്രയും പെട്ടെന്ന് അവസാനിക്കും. നമ്മുടെ അടുത്ത് അധികം സമയമില്ല. വേഗം ചെല്ലാം. ആ ബുക്കിൽ ഞാനൊരു ഡയഗ്രാം കണ്ടില്ലേ? 4 മൂലകളിൽ ഓരോരോ കല്ല്, പിന്നെ മുകളിലും 1. നിങ്ങൾ 4 മൂലയിലും വെച്ചോ, ഞാൻ മുകളിൽ വെക്കാം. നീ എങ്ങോട്ടാ പോകുന്നത് രുദ്ര? ഞാൻ നിന്നെ എങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. Ibaiska, stone fixieto. രുദ്ര, ഞാൻ ഇനിയും തോൽവി സമ്മതിച്ചിട്ടില്ല. ഹെറോഷിയസ്, കല്ലിനെ മുകളിൽ ഫിക്സ് ചെയ്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ എല്ലാരും അവസാനിച്ചു പോകും. ഇല്ല, ഇനിയിപ്പൊ നീ ആ 4 കല്ലുകളും എനിക്ക് തിരിച്ചതാ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും നശിപ്പിച്ചു കളയും. രുദ്ര, നമ്മുടെ അടുത്ത് സമയം വളരെ കുറവാണ്. ഈ സൂര്യകിരണങ്ങൾ കാരണം ഞാൻ കത്തി ചാമ്പലായി പോകുന്നു തോന്നുന്നു.
രുദ്ര, നീ എല്ലാവരും രക്ഷിച്ചിരിക്കുകയാണ്. നീ ഈ ലോകത്തെ തന്നെയാണ് രക്ഷിച്ചിരിക്കുന്നത്. രുദ്ര, വളരെ വളരെ നന്ദിയുണ്ട്. നീ എൻ്റെ നഗരം മുഴുവൻ രക്ഷിച്ചിരിക്കുകയാണ്. അവനോടൊപ്പം നിന്ന് നിന്നെ പറ്റിച്ചതിന് എന്നോട് ക്ഷമിക്ക്. അത് ഞാൻ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായി വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തതാണ്. ഒരു കുഴപ്പമില്ല. എന്ത് സംഭവിച്ചാലും അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ശരിക്കും നന്ദി പറയണമെങ്കിൽ അത് ബാബ ദീനോടാണ്. അദ്ദേഹം മാത്രമില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. രുദ്ര, ഇനി നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മളിവിടെ എത്തിച്ചേർന്നു. ഇനി നമ്മുടെ സ്ഥലത്തേക്ക് എങ്ങനെയാ പോകുന്നത്? അതോർത്ത് വിഷമിക്കണ്ട. ഒരല്പം മാജിക്കൊക്കെ എനിക്കും നന്നായിട്ട് അറിയാം. എനിക്കറിയാം നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചയക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ ആദ്യം കുറച്ച് നാളുകൾ നിങ്ങൾ എൻ്റെ കുടുംബത്തോടൊപ്പം കുറച്ച് നാൾ നിൽക്കണം. അതേ രുദ്ര, പറ്റില്ലെന്ന് പറയരുത്. ഞാനും എന്റെ കുട്ടികളും കുറച്ചു ദിവസം നിന്നോടൊപ്പം ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഈ നഗരം മൊത്തവും ചുറ്റിക്കാണിക്കാം. എന്നാ ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. താങ്ക് യു രുദ്ര. എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ. എന്റെ ബോസിന്റെ കഥ അവസാനിച്ചു. ഞാൻ ആരുമില്ലാതെ അനാഥവനായി പോയല്ലോ. എന്നെ നിങ്ങൾ ഈ ദർബാറിൽ ജോലിക്ക് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. കാരണം എന്റെ തല മാത്രം നരിൻ്റെതല്ല, എന്റെ ബുദ്ധി നരിനെ പോലെ വേഗമാണ്, നല്ല ഫാസ്റ്റ് ആണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.